ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോകളാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ജോലികളെല്ലാം എളുപ്പത്തിൽ ചെയ്ത് തൊഴുവൻകോട് പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊഴുവൻകോട് പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ ഇന്ന് എല്ലാം കാപ്പിയും ചോറും ഒക്കെ വീട്ടിലും എല്ലാവർക്കും ഉണ്ടാക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറുമാണ് രാവിലെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണല്ലോ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്നോ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ എളുപ്പത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന പുട്ടോ ഇഡ്ഡലിയോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മിക്കവാറും കൂടുതലും ഇഡ്ഡലി സാമ്പാറൊക്കെയാണ് പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പം രാവിലെ ഇഡ്ഡലിക്കൊക്കെ മാവ് കോരി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത അടുപ്പിൽ തന്നെ സാമ്പാറിന് വേണ്ടി പച്ചക്കറികളും പിന്നെ പരിപ്പും കൂടി ഒരുമിച്ച് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് സാമ്പാറിന് വേണ്ടി. അതിനൊപ്പം ഉപ്പും കായവും മഞ്ഞൾപ്പൊടിയും കൂടി കഷ്ണങ്ങൾക്ക് ഒപ്പം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ചായയ്ക്കും കൂടി വെച്ചിട്ടുണ്ട്. ഇന്ന് മക്കൾക്ക് സ്കൂളിലൊക്കെ പോകേണ്ട ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വൈകുന്നേരം ഞാൻ വരാൻ താമസിച്ചാലും അവരെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ എല്ലാം ഉണ്ടാക്കിയൊക്കെ വെക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, ചേട്ടനും ഇന്നിവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ചേട്ടനും ഉച്ചയ്ക്കൊക്കെ ആഹാരം കഴിക്കണം. അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയൊക്കെ വയ്ക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചാണ് ഞാൻ പോകുന്നത്. നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ചേച്ചിയും കൊണ്ട് ആണ് വീട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഞാൻ നേരെ വീട്ടിൽ പോയി അമ്മയെ വിളിച്ചും കൊണ്ട് പൊങ്കാലയ്ക്ക് പോകുന്നത്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് അവളെ ഞാൻ കണ്ടു. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരിയാണ്. 22 വർഷത്തെ കൂട്ടാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ. ഇപ്പോൾ അവളുടെ കല്യാണത്തിനൊക്കെ ശേഷം അവൾ കൊല്ലത്തോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ 2-3 കൊല്ലം ആയി അവളൊക്കെ നേരിട്ട് കണ്ടിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ കണ്ട് നമ്മൾ കുറേ സംസാരിച്ചു. പൊങ്കാല നിവേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അനിയൻ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പൊതിച്ചോറും ചട്ടിച്ചോറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചട്ടിച്ചോറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഞങ്ങൾക്ക്. ചട്ടിച്ചോറിലെ കറികളൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പൊതിച്ചോറിൽ ഈ ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം കേട്ടോ. കഴിച്ചതിനൊക്കെ ശേഷം ഞാനും അനിയനും കൂടി എൻ്റെ തയ്ച്ച തുണിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കൈകൊട്ടി കളിക്ക് വേണ്ടിയുള്ള തുണി അവിടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയുടെ കയ്യിലാണ് തയ്ക്കാൻ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അനിയനും കൂടി പിന്നെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. വാങ്ങിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ടാണ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.